ടാങ്കിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പല അതുപോലെ തന്നെ ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പൾസറിൽ എഴുതിയിരിക്കുന്ന ഒരു എടുത്തും കാണാവുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൂടെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങ് കത്തിച്ചങ്ങ് പിടിക്കുകയും ചെയ്യാം. പിന്നെ ഇതിന് വേറൊരു കമ്പനി വന്നിരിക്കുന്നത് പണ്ടത്തെ വണ്ടി 5 സ്പീഡ് ഗിയർ ബോക്സ് ആയിരുന്നു. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഒരു മോഡ് കാര്യങ്ങളുണ്ട്, ഒരു 4 മോഡ് കാര്യങ്ങളുണ്ട്. അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിക്കായിട്ട്, അതായത് നാളെ എഞ്ചിനീയർമാരുടെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വളഞ്ഞുറ്റി പറയാനുണ്ടാവും. അല്ലാതെ തന്നെ സാധാരണ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നല്ല സ്പീഡിൽ സ്പോർട്സ് മോഡിലിട്ട് പോവുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ത്രോട്ടിലിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗിയർ അപ്പ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൾസർ NS 400ൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വണ്ടി. എനിക്കിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റുണ്ടാവും. ചിലപ്പോൾ വോയിസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് ആയിട്ട് നിങ്ങൾക്ക് തോന്നി എന്നൊക്കെ വരും. എന്നാലും മാക്സിമം നമ്മൾ ഈ പറയുന്ന പോലെ എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇടുന്നതായിരിക്കും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് കളർ വണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ടെസ്റ്റ് ഡ്രൈവിന് വന്നിരിക്കുന്നത് റെഡ് കളർ വണ്ടിയാണ്. വണ്ടി വന്നിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്നാണ് വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് വന്നിരിക്കുന്നത് ഇപ്പം നിലവിൽ അവരുടെ ഷോറൂമിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് കളർ വണ്ടിയാണ്. ഈ വണ്ടീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400 cc അടുത്തുള്ള വണ്ടിയാണ് വന്നിരിക്കുന്നത്. അതിനെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെഡ് കളർ ഞാൻ പറഞ്ഞല്ലോ, റെഡാണ് ഇപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ലപോലെ ഒരു പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഡിസ്പ്ലേയിൽ കാര്യങ്ങളിലെല്ലാം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ലൊരു മാറ്റാണ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ലാഗ് എടുപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാറിയ ഹെഡ്ലൈറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപാര ഹെഡ്ലൈറ്റ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. LED ഹെഡ്ലൈറ്റിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് കളറിലുള്ള ഒരു പാറ്റേണും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കാണുമ്പോൾ ഇത് നമുക്ക് വലിയ ഇഷ്ടപ്പെടില്ല. പിന്നെ കണ്ട് നമുക്ക് ഒരു താല്പര്യത്തിലേക്ക് നമുക്ക് എത്തുന്നതായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് വരുന്ന ടയർ സൈസ് കാര്യങ്ങളൊക്കെയാണ്. ടയർ സൈസ് ഫ്രണ്ട് വന്നിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 110/70 വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ടയർ സൈസ് വരുന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല 110/70 ടയർ സൈസ് വന്നിരിക്കുന്നത്. ബാക്ക് ടയർ സൈസും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടയർ സൈസ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു, 150/60 ടയർ സൈസ് വരുന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വലിയ ടൈപ്പ് ടയറാണ് വന്നിരിക്കുന്നത്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂബ്ലെസ് ആണ് വന്നിരിക്കുന്നതെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. ഒരു ഈ പറയുന്ന പോലെ ഷോക്ക് അബ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ കളറിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വണ്ടികൾക്കെല്ലാത്തിനും തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ലുക്കിലേക്കാണ് കയറ്റിയിരിക്കുന്നത്. കാരണം കുറച്ചും കൂടി ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ ലുക്കിലേക്ക് കയറ്റിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ NSന്റെ പഴയ അതുപോലെ തന്നെ ഒരു മൺകാടും കാര്യങ്ങളും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ABS ആണ്, ABSന്റെ ആണ് ഡുവൽ ചാനൽ ABS ആണ് ഇത് വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് വരുന്നത് 320ന്റെ ഒരു ഡിസ്ക് ആണ്. അതായത് അത്യാവശ്യം നല്ല വലിയൊരു ഡിസ്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ സ്പീഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 140 വരെയൊക്കെ 140 അതിന്റെ മേലോട്ടൊക്കെ ഓടിച്ച് കയറ്റാവുന്ന രീതിയിലാണ്. അപ്പോൾ ഒരു മാരക പോക്കൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇത്രയും വലിയ ഡിസ്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഡുവൽ ചാനൽ ABS ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 230ന്റെ ഡിസ്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേറെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റർ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് വന്നിരിക്കുന്നതാണ്. കുറച്ച് മീറ്ററിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, കാരണം സൂര്യ വെളിച്ചം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റില്ലായിരിക്കും.
പിന്നെ മീറ്ററിന്റെ ഒരു ചാർജിങ് പോർട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ചാർജിങ് പോർട്ട് കാര്യങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. പിന്നെ അസാർഡ് ലൈറ്റിന്റെ സ്വിച്ച് കാര്യങ്ങൾ, ഹാൻഡിൽ ബാറിലേക്ക് വരുവാണെങ്കിൽ അസാർഡ് ലൈറ്റിന്റെ സ്വിച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻജിൻ ഓഫ് ഓണ് അതിന്റെ സ്വിച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹോണ് കാര്യങ്ങളൊക്കെയാണ് ഇതിന് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഒച്ചയുണ്ട്. അതായത് ട്രാഫിക്കിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബൈക്കിന്റെ കപ്പാസിറ്റി അനുസരിച്ചുള്ള ഒരു ലൗഡായിട്ടുള്ള ഒച്ചയുള്ള ഒരു ഹോണ് കാര്യങ്ങളൊക്കെ നിലവിൽ ഇതിന് വന്നിട്ടുണ്ട്. എങ്കിൽ ഇതിന് അഡ്ജസ്റ്റബിൾ ലിവറാണ് വന്നിരിക്കുന്നത്. ലിവറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമിനറിന്റെ തന്നെ ഒരു ഗ്ലാസ് ഗ്ലാസിന്റെ ലുക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ അത് ഓടിച്ചു നോക്കിയായിരുന്നു. വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ കുറവാണ്. പൊതുവെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നിലവിൽ കുറവാണ്. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിന് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം പവർ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 43 VHP പവറും ടോർക്ക് വരുന്നത് 35 Nm ടോർക്കുമാണ് നിലവിൽ വരുന്നത്. അങ്ങനത്തെ ഒരു നല്ലൊരു പെർഫോമൻസ് തരാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് ഇപ്പം നിലവിൽ ബജാജ് കൊണ്ടുവന്നിരിക്കുന്നത്. ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് കാണാൻ കഴിയും. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. അതിന്റെ സ്റ്റിക്കർ കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. സൂര്യവെളിച്ചം കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ വണ്ടി ഇപ്പം മഴ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ കിട്ടിയാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തിലോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് സപ്പോർട്ട് തന്നെ ബ്രേക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല പവറിൽ എടുത്തു പോകുന്ന ഒരു വണ്ടിയാണ്. നമുക്കിത് ഓടിച്ച് നോക്കുമ്പോൾ, ടെസ്റ്റ് ഡ്രൈവ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ല പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പവർ തന്നെ ഉണ്ടാവും. എടുത്തങ്ങ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോണ വഴിക്ക് തന്നെയാണ്. അപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് കമ്പനി പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഷോക്ക് ആബ്സറാണ്. ഷോക്ക് ആബ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ഷോക്ക് ആബ്സർ തന്നെയാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നും കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. നിങ്ങളിത് റിവ്യൂ ഇപ്പോൾ കുറച്ചായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കമ്പനി ഇത് ഡിസൈൻ ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അതായത് NSന്റെ പഴയ മോഡൽ പോലെ തന്നെ ഇറക്കിയിട്ടുണ്ട്. ടയർ സൈസിലൊക്കെ കുറച്ച് അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പുറകിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പഴയ NSന്റെ അതേ ടെയിൽ ലാമ്പ് കാര്യങ്ങൾ എല്ലാം തന്നെ വരുത്തിയിട്ടുണ്ട്. സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് നല്ല കുഷനിങ് ആയിട്ടുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. സീറ്റ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല സീറ്റാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ടാങ്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്ക് സൈഡ് 12 ലിറ്ററാണ് കപ്പാസിറ്റി പറയുന്നത്. നിലവിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ലിറ്ററാണ് ഫ്യൂൽ ടാങ്കിന്റെ കപ്പാസിറ്റി പറയുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 കിലോമീറ്റർ മര്യാദക്കൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഒരു മീഡിയം ലെവലിൽ ഒരു അഗ്രസീവ് മോഡിലൊന്നുമല്ല, ഒരു മര്യാദക്കൊക്കെയാണ് ഓടിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 30 കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. അത് കിട്ടുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നിലവിൽ ഇറക്കിക്കൊണ്ട് പോയവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടികൾക്കും കൊടുത്ത പോലെ തന്നെ സെൻസർ കാര്യങ്ങൾ ഇതിന് അവൈലബിൾ ആണ്. സ്റ്റാൻഡിന്റെ സെൻസർ കാര്യങ്ങൾ അവൈലബിൾ ആണ്. വേറെ കാര്യങ്ങൾ വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. വണ്ടി ഇറക്കുമ്പോൾ സാരി കാർഡ് കാര്യങ്ങൾ ഇപ്പം നിലവിലുള്ളതാണ്. സാരി കാർഡ് കാര്യങ്ങൾ വേണമെന്നുള്ളതാണ്. പിന്നെ ഡുവൽ ചാനൽ ABS കാര്യങ്ങൾ വേണമെന്നുള്ള നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ അതും കാര്യങ്ങൾ ഇപ്പം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഒരു തുടക്കക്കാർക്ക് എടുത്തിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി. തുടക്കക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാരക രീതിയിലില്ല, മെല്ലെ ആളങ്ങ് പെർഫോമൻസ് കയറുള്ളൂ. എന്നാൽ കയറുവാണെന്നുണ്ടെങ്കിൽ അങ്ങ് കത്തിച്ചങ്ങ് പിടിക്കുകയും ചെയ്യാം. പിന്നെ ഇതിന് വേറൊരു കമ്പനി വന്നിരിക്കുന്നത് പണ്ടത്തെ വണ്ടി 5 സ്പീഡ് ഗിയർ ബോക്സ് ആയിരുന്നു. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഒരു മോഡ് കാര്യങ്ങളുണ്ട്, ഒരു 4 മോഡ് കാര്യങ്ങളുണ്ട്. അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിക്കായിട്ട്, അതായത് നാളെ എഞ്ചിനീയർമാരുടെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വളഞ്ഞുറ്റി പറയാനുണ്ടാവും. അല്ലാതെ തന്നെ സാധാരണ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നല്ല സ്പീഡിൽ സ്പോർട്സ് മോഡിലിട്ട് പോവുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ത്രോട്ടിലിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗിയർ അപ്പും ഡൗണും ചെയ്യാൻ പറ്റും. അത് എഞ്ചിനിലോട്ട് തന്നെ എന്തോ കാര്യങ്ങൾ ഒരു പവർ കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിന്റെ ഈ പറയുന്ന പോലെ എണ്ണയും കാര്യങ്ങളൊക്കെ കുറച്ച്
കൊടുത്ത് ചെയ്യുന്നതാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേസ് മോഡിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കുറെ മൂഡുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ അകത്ത് എങ്ങാനായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്ന അതേ രീതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ പൊളിഞ്ഞ് കയ്യിൽ ഇരിക്കും, പല്ലെല്ലാം കൂടെ പൊട്ടി കയ്യിലിരിക്കും. അപ്പൊ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവിന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കി എടുത്ത് ചെയ്തുവിടുക. പിന്നെ അടുത്ത വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടാങ്കിന്റെ ഭാഗത്ത് പഴയതുപോലെ തന്നെ ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പൾസറിന്റെ എഴുതിയിരിക്കുന്ന ഒരു എടുത്തും കാണാവുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൂടെയാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ, നമുക്കിത് പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാരക പെർഫോമൻസ് ആണോ എന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ വണ്ടീന്റെ ഭാഗത്തുനിന്ന് നമുക്ക് തരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബജാജ് ഇത് പണിത് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ ടോട്ടൽ ലുക്ക് കാര്യങ്ങൾ ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഫിനാൻസ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫിനാൻസ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A to Z പേപ്പറും കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഒരു 10 മിനിറ്റ് കൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രോസസ് കാര്യങ്ങളും കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കും. അപ്പൊ ഫിനാൻസ് കാര്യങ്ങൾ വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളുക. ബാക്കി കാര്യങ്ങളെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബാക്കി മഴ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വണ്ടി ഉടനെ തന്നെ ഷോറൂമിൽ എത്തിക്കണം. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ വൃത്തിയായിട്ട് പറഞ്ഞേനെ. മഴയും കാര്യങ്ങളും നോക്കിയിട്ടെടുത്താണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ ഇതുപോലത്തെ വീഡിയോകൾ പുതിയത് വരുന്നതായിരിക്കും. അപ്പൊ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വണ്ടി എടുത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പൾസർ NS 400 എടുത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടീന്റെ റിവ്യൂ കാര്യങ്ങൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, കമന്റ് ബോക്സിൽ നേരിട്ട് തന്നെ മെസ്സേജ് ചെയ്യുക. അപ്പൊ ഞാൻ ഒഴിവ് പോലെ നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു ഓൾ.